നേരത്തേക്ക് അമ്മയ്ക്കൊരു മോളെ കിട്ടി. എനിക്ക് അച്ഛനെയും വേണം അമ്മയും വേണം. അപ്പൊ എന്നെ വേണ്ടേ? സച്ചൂട്ടനെയും വേണം. അമ്മയുടെ ആത്മാവിന്റെ അലച്ചിൽ ആ കുട്ടിക്കും ദോഷമുണ്ട്. ജീവന് പോലും ആപത്ത് സംഭവിക്കും. ആ മോളെ, നമുക്ക് പോകാം. ഇല്ല അച്ഛൻ, ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ നിൽക്കുക. നീ ഇവിടെ എന്നാ പിന്നെ അച്ഛൻ ആരാ ഉള്ളത്? അച്ഛൻ എന്നെ നോക്കാൻ സമയമില്ലല്ലോ, എപ്പോഴും തിരക്കല്ലേ. അച്ഛമ്മക്ക് മോളെ കാണണ്ടേ? അച്ഛമ്മ എപ്പോഴും എന്നെ വരക്ക് പറയും. എനിക്ക് ഈ അമ്മയെ മതി. മോളെ, അച്ഛനല്ലേ വിളിക്കുന്നേ, മോള് ചെല്ല്. ഇല്ല, ഞാൻ പോവൂല. അങ്ങനെ പറയല്ലേ, ചെല്ല് മോളെ, മോള് ചെല്ല്. ഇല്ല, ഞാൻ വിട് പോവൂല. വിട്. അതെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിലേ അത് രഹസ്യമായിട്ട് വെച്ച് നടത്താനുള്ള സ്ഥലമല്ല ഇത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ കിമ്മ ഒരെണ്ണം തന്നാലുണ്ട്. കണ്ണടച്ച് പാല് കുടിച്ചാ ആരും കാണില്ല എന്ന് വിചാരിച്ചോ? എന്താ അമ്മേ? എന്താന്നോ? ദേ നോക്ക്, ഇവര് രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയത്. അതിന് ഞങ്ങളിവിടെ എന്ത് കാട്ടിക്കൂട്ടിയെന്നാ? ആഹാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടത് പോരെ, ഇനി ഞാനത് വിശദീകരിച്ചങ്ങ് പറയണോ? അപ്പൊ ഇതിനായിരുന്നല്ലേ താനിവിടെ മണ്ണ് മാന്താനായിട്ട് വന്നത്? നോൺസെൻസ്. എന്താ ഇവിടെ? ആദ്യം കുഴിച്ചിട്ടത് എവിടെയാണെന്ന് ചോദിച്ചു വന്നു, പിന്നെ കുഴി മാന്താൻ വന്നു, പിന്നെ മോളെ ഇവിടെ ആക്കി തനിച്ചു പോയി. ഇപ്പൊ ദേ ഇവളുമായിട്ട് രഹസ്യ ഇടപാട്. നാണോ ഇല്ലാത്തവള്. രജിതേ, വിളിക്കരുത്. എന്റെ പേര് പോലും വിളിക്കാനുള്ള അർഹത നിനക്കില്ല. നാണമില്ലല്ലോ കണ്ടവനൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റാൻ. സൂക്ഷിച്ച് സംസാരിക്കണം. ഓ, സൂക്ഷിച്ച് സംസാരിക്കാൻ പറ്റിയൊരു മുതല്. നാണമില്ലല്ലോടാ വല്ലവരുടെ വീട്ടിൽ കയറിയിട്ട് ഇവളുമായിട്ട്. അതോ നിങ്ങൾ തമ്മിൽ നേരത്തെ ഇടപാടുണ്ടായിരുന്നോ? അത് ഇവിടെ വെച്ച് വേണ്ട കേട്ടോ. എന്റെ അമ്മയുടെ പ്രായമുണ്ട് നിനക്ക്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? എന്നെ മൂക്കി കയറ്റുവോ? മോളെ, നീ വാ. ഞാൻ വരില്ല. സുഖമില്ലാത്ത കുട്ടി എൻ്റെ മോള്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് സമയം എൻ്റെ മോളെ ഇവിടെ നിർത്തേണ്ടി വന്നു.
തിരിച്ചു വിളിക്കാൻ വന്നതാ ഞാൻ. നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞത് അകത്ത് കയറി വിളിക്കാൻ. അതുകൊണ്ടാ ഞാൻ. അയ്യോ, നട്ടാ കുരുക്കാത്ത നുണ പറയല്ലേ. ഞാൻ മുറ്റത്തൊന്നും വെച്ച് അവനെ കണ്ടിട്ടേ ഇല്ല. ഇവിടെ വെച്ചാ ഞാൻ ഇവനെ കാണുന്നത്. ദേ, കള്ളം പറയരുത്. ഓ പിന്നെ അധികം വൈകാതെ തിരിച്ചു വന്ന തന്റെ ആദ്യ ഭാര്യയെ ഈ രണ്ടാം ഭാര്യയെയും എന്തിനും പോകുന്ന തന്റെ അമ്മയും കൂടെ കൊലക്കി കൊടുക്കും. അതിന്റെ പേരിൽ താനായിരിക്കും ജയിലിൽ കിടക്കാൻ പോകുന്നത്. സൂക്ഷിച്ചാൽ തനിക്ക് കൊള്ളാം. അവളുടെ ഒരു ഭാവം. വാ മോളെ. മോളെ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിന്റെ കണ്ണിന്റെ താഴെയൊക്കെ കറുത്തു പോയല്ലോ മോളെ. ഞാനും നിന്റെ അച്ഛനും അന്നേ നിന്നോട് മാറി മാറി പറഞ്ഞതല്ലേ ആ ദീപുവിനെ കല്യാണം കഴിക്കാൻ. നീ അത് കേൾക്കാതെ ഭാര്യ മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞു നടക്കുന്ന 2 മക്കളുള്ള ഒരുത്തനെ കല്യാണം കഴിച്ചു. നീ എന്തിനാ മോളെ അങ്ങനെ വാശി പിടിച്ചത്? എന്തായിരുന്നു മോളെ നീ അങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം? ആ ദീപു നല്ല ചെറുക്കനല്ലേ? എല്ലാ ബിസിനസ്സുകളും നോക്കി നടത്താനുള്ള കാര്യപ്രാപ്തിയുണ്ട്. ഒരു ദുശീലവും ഇല്ല. സ്നേഹമുള്ളവനാ. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? തല പെരുക്കുന്നു. വന്ന് കേറും മുമ്പേ തുടങ്ങും. സത്യം കേൾക്കുമ്പോ തല പെരുത്തിട്ട് കാര്യമില്ല. നീ അനുഭവിക്കുന്ന യാതനകളൊക്കെയും ഞങ്ങള് പറഞ്ഞതനുസരിക്കാഞ്ഞിട്ടല്ലേ? ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇതിലും ഭേദം അവിടെ നിൽക്കുന്നതായിരുന്നു. അതിന്റെ പകുതി കൂടി എടുത്തിട്ട് ക്ലോസ് ചെയ്താൽ മതി. മനസ്സിലായോ? മോളെ പോകുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ അച്ഛാ. എന്താ മോളെ നിന്റെ മുഖത്തൊരു വാട്ടം? അത് അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണോ മോളെ? എന്നെ കുറ്റപ്പെടുത്തുന്നല്ലാതെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നിന്റെ കാര്യം ഓർത്തിട്ട് അവൾക്ക് ഒരു സമാധാനമില്ല. ഇനിയിപ്പോ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടെങ്കിലും അവളിപ്പോ സമാധാനിച്ചോട്ടെ, അല്ലേ ദീപു? അവിടെ വന്നത് വസുധ തന്നെയാണെന്ന് ഉറപ്പായി അല്ലേ? ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ആട്ടെ, സനീഷിന്റെ നിലപാടെന്താ? 2 ഭാര്യമാർക്കിടയില് ആരുടെ കൂടെ നിൽക്കണമെന്നുള്ള അങ്കലാപ്പിലയാള്. ചിലപ്പോ തോന്നും എന്നോടാ ഇഷ്ടമെന്ന്. ചിലപ്പോ അവന്റെ ആ പ്രകൃതവും നിന്റെ ഈ തോന്നലും രണ്ടും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരോടാ കൂറെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ. ഏതായാലും DNA ടെസ്റ്റിന്റെ ഫലം വന്നാലല്ലേ ഉറപ്പ് പറയാൻ പറ്റൂ. അതിന്റെ റിസൾട്ട് വരട്ടെ. അതിനുശേഷം എന്താ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. മോള് വിഷമിക്കേണ്ട. അച്ഛൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. മോനെ ഗിരി, എന്താ നീ കഴിക്കാൻ വരുന്നില്ലേ?
അതിനും ഒന്നില്ലേ കഴിക്കാൻ? അവളവിടെ? അവക്കൊന്നും കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ വസുതയുടെ വീട്ടിൽ നിന്ന് നീ അവളെ പിടിച്ചോണ്ട് വന്നതിന്റെ പിണക്കത്തില. ഗിരിയേട്ടാ, അയിനുന്റെ ഈ സ്വഭാവം അത്ര നല്ലതല്ല. അതിന് അതിനെന്താ കുഴപ്പം? കണ്ണി കാണുന്നവരെയൊക്കെ അമ്മയാണെന്ന് കരുതി ഒക്കത്ത് ചാടിക്കയറുക, അവരുടെ വീട്ടിൽ നിൽക്കണമെന്ന് വാശി പിടിക്കുക, ഇതൊക്കെ നല്ല സ്വഭാവമല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അമ്മയുടെ സ്നേഹം അറിയാത്തൊരു കൊച്ചു കുഞ്ഞല്ലേ അവള്. ആ കുഞ്ഞിന്റെ മനസ്സറിഞ്ഞ് ഇവിടെ ഉള്ളൊരു പെരുമാറിയിരുന്നെങ്കിൽ മോൾക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അയ്യോ, ഞങ്ങൾക്കൊന്നും പെറ്റമ്മയാവാൻ പറ്റിയില്ലല്ലോ. അവക്ക് വിശക്കുമ്പോ കഴിച്ചോളൂ, നീ ഇരിക്കെ. ഗിരിയേട്ടനിരിക്കെ, ഞാൻ എടുത്തുതരാം. വേണ്ട. മോളെ എഴുന്നേറ്റേ. മോളെ 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 എഴുന്നേറ്റേ. ചെറിയ ചൂടുണ്ടല്ലോ. മോളെ മോളെ എഴുന്നേറ്റേ. എഴുന്നേക്ക്. അമ്മ വന്നോ? എനിക്ക് അമ്മയെ കാണണം. മോളെ അമ്മയെ കാണിച്ചു തരാട്ടോ. മോളൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ല. എനിക്കൊന്നും വേണ്ട. എനിക്ക് അമ്മയെ കണ്ടാ മതി. അമ്മയെ കാണിച്ചു തരാം. മോൾ ആദ്യം വന്ന് ആഹാരം കഴിക്ക്. രാത്രി ഒന്നും കഴിക്കാതെ കിടന്നൂടാ. എനിക്ക് വിശപ്പില്ല, വേണ്ടെന്ന് പറഞ്ഞില്ലേ. മോളെ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. നല്ല കുട്ടിയല്ലേ. വാ. ആ വാ, ഇറങ്ങിയേ. വാ. വാ. ആദ്യം കഴിക്കേ. ഇവിടെ ഇരുന്നോ. അങ്ങനെ. ഇതാ ഒന്നുകൂടെ വെക്കട്ടെ. ആ. കുറച്ച് കറി ഒഴിക്കട്ടെ. മോള് കഴിക്ക്. കഴിക്ക്. കഴിക്ക് മോളെ. ഒറ്റ ദിവസം കൊണ്ട് കുഞ്ഞിന്റെ മനസ്സ് മാറിയല്ലോ. ഇത്രയും ദിവസം അമ്മയെ കാണാണ്ട ഇവള് നിന്നത്. കുഞ്ഞാണെങ്കിലും ഇപ്പൊ ഇത്തിരി അഹങ്കാരം കൂടുതലാ. ചെറിയ കമ്പ് കൊണ്ട് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാ. അച്ഛാ, പറഞ്ഞു കേട്ടില്ലേ? എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോ. പോകാം. നേരം വെളുക്കട്ടെ മോളെ. ഇപ്പൊ എന്റെ പൊന്നുമോളൊന്ന് കഴിച്ചേ. കഴിക്കേ. കഴിക്കേ. എന്താ ഒരു വിഷമം? ഇതിപ്പോ വല്ലാത്തൊരു കുരുക്കാണല്ലോ ഗിരി. ഈ പറയുന്ന ശ്യാമയുമായി രൂപസാദൃശ്യമുണ്ടോ? എന്നുവെച്ചാ ആ ഒരു അളവ് കോല് വെച്ചൊന്നും ഞാൻ വസുതയെ നോക്കിയിട്ടില്ല. പിന്നെ
എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലല്ലോ കൊച്ചു കുഞ്ഞായ അയിനുവിൻ്റെ. വസുധയാണ് അമ്മയെന്നും വസുധയുടെ അടുത്ത് തന്നെ നിൽക്കണമെന്നും അതിന് വാശി പിടിച്ചാൽ സംഗതി കുഴപ്പമാവുമല്ലോ. ഇനി വസുധയെ കൊണ്ട് അയിനുവിൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുപ്പിക്കാന്ന് വെച്ചാൽ ആ പരിസരത്തോട്ട് ചെല്ലാൻ പോലും കഴിയില്ല. ഒരമ്മായിയമ്മയും അതിന് ചേർന്നൊരു മരുമോളും അവരെ എന്തും പറഞ്ഞു കളയും. അതാ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് അയിനുവിനെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി അയിനു കാണാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കറക്കി ചുറ്റടിച്ച് കൊണ്ടുവന്നാലോ? എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികളെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നതല്ലേ നല്ലത്, പ്രത്യേകിച്ച് നമ്മുടെ അയിനുവിൻ്റെ കാര്യത്തിൽ. ഒന്നോർത്ത അയിനു തനിച്ചാണ്. അയിനുവിനെ കാണുമ്പോൾ ശ്യാമയുടെ രൂപസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തും. പിന്നെ ശരണ്യ, അവളുടെ സ്വഭാവം കണക്ക് തന്നെയാണ്. അവൾ അയിനുവിനോട് സ്നേഹത്തോടെ പെരുമാറുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും അയിനുവിനെ ഒന്നുപോലെയല്ലേ നോക്കുന്നത്? ഒരു കാര്യമില്ലൂടെ രണ്ടിനെയും കൊണ്ട്. ഇപ്പോൾ കുഞ്ഞല്ല അവരുടെ പ്രശ്നം, ഞാനും എൻ്റെ പണവുമാണ്. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് അവരുടെ ഈ സ്നേഹപ്രകടനം. സ്വന്തം അമ്മാവനും അമ്മായിയായി പോയില്ലേ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഹലോ സാർ, ഞാൻ നേരിട്ട് വരാം സാർ. ഓക്കെ, ഓക്കെ സാർ. DYSP വിളിച്ചത്. DNA ടെസ്റ്റിൻ്റെ ഫലം വന്നു. മരിച്ചതും സനീഷിൻ്റെ വീട്ടിൽ അടക്കം ചെയ്തതും ശ്യാമ തന്നെ. നമുക്ക് DYSP ഓഫീസ് വരെ ഒന്ന് പോവാം. DNA ടെസ്റ്റിന്റെ ഫലം അറിഞ്ഞ ടെൻഷനായിരിക്കും അല്ലേ? നീ പോടാ. ഞാൻ എവിടെ പോവാൻ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. തനിക്ക് പെട്ടി വയ്ക്കാൻ സമയമായി. എന്തായി സനീഷ റിസൾട്ട്? അങ്കിളെ, അത് ഗിരിയുടെ ഭാര്യ ശ്യാമയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. നിന്റെ വീട്ടിൽ വന്നു കയറിയെന്ന് നീ ആരോപിക്കുന്ന വസുധ നിന്റെ ഭാര്യയാണെന്ന് കൺഫേം ആയി. അതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവൂല്ലോ അങ്കിളെ. ഞങ്ങളുടെ കുടുംബത്തിൽ താൻ എന്തിനാ തലയിടുന്നേ? കുടുംബം എന്റെയും കൂടെ ആയതുകൊണ്ട്. എന്റെ സ്വന്തം അങ്കിളായി നിൽക്കുന്നത്, രക്തബന്ധത്തിലുള്ള അങ്കിള്. എന്നെ രചിതയും ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ എനിക്കറിയാം. ആദ്യ ഭാര്യയും കൂട്ടി കുടുംബത്തെ കയറ്റി താമസിപ്പിക്കുന്നതാണോ തന്റെ സോൾവിങ്? വസുധയെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടാ പ്രശ്നം തീരുമല്ലോ. അവളെ അങ്ങനെ ഇറക്കി വിട്ടാ ഇവിടുത്തെ പോലീസ് നിയമം നോക്കി നിൽക്കൂ. സനീഷേ, നിന്റെ രണ്ട് ഭാര്യമാരിൽ ഒരാളായി എന്റെ മകൾ നിന്നോടൊപ്പം ജീവിക്കില്ല. അതാണ് നിന്റെ പ്ലാനെങ്കിൽ അത് നടക്കില്ല. കഷ്ടം.
ടെസ്റ്റിലൂടെ സ്വയം ആരാണെന്ന് തെളിയിച്ചിട്ടും വസുധയ്ക്ക് അഗ്നി പരീക്ഷണങ്ങൾ ഇനിയും ബാക്കിയോ? അമ്മയ്ക്ക് വേണ്ടി കരയുന്ന ഐനുവിന്റെ സങ്കടത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഗിരിക്ക് കഴിയുമോ? കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.